ഹലോ ജെബി, എൻ്റെ പേര് വിപിൻലാൽ വിദ്യാരൻ എന്നാണ്. വേടൻ വരുന്നേ കാടൻ വരുന്നേ കൂടൊരു മാടനുണ്ടേ, കൂട്ടരും കൂടെയുണ്ടേ, കാടും കിടുക്കി മേടും കുലുക്കി ചാടിത്തിമർക്കണുണ്ടേ, ആയുധം കയ്യിലുണ്ടേ. ഇന്ന് ഈ വരികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. യഥാർത്ഥത്തിൽ വേടൻ്റെ ആയുധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരികളാണ്. ആ വരികൾക്ക് മുമ്പെങ്ങുമില്ലാത്ത മൂർച്ച ഇന്നുണ്ട് എന്നതാണ്. കാരണം യഥാർത്ഥത്തിൽ വേടനും മാടനും കാടനും രാക്ഷസനും ഊരാളിയുമൊക്കെ ആ പദങ്ങളുടെ യഥാർത്ഥ അർത്ഥം അവർ തിരിച്ചറിയുന്നു എന്നതാണ്. നിങ്ങൾ ഇന്ന് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് ആരെയെങ്കിലുമൊക്കെ പരിഹസിക്കുന്നതിനോ കളിയാക്കുന്നതിനോ വേണ്ടി, അവനെ കണ്ടാൽ ഒരു മാടനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ എന്നുള്ള അർത്ഥത്തിനല്ലാതെ തമിഴിലെ യഥാർത്ഥ വാക്കുകളാണിത്. മലയാളത്തിൻ്റെ തായ്മൊഴി എന്ന് പറയുന്നത് തമിഴാണ്. തമിഴിൽ ഈ പദങ്ങൾക്കെല്ലാം വളരെ മനോഹരമായ അർത്ഥങ്ങളാണ്. ഉദാഹരണത്തിന് മാടൻ എന്ന് പറയുന്ന വാക്ക് മാടം എന്ന് പറയും. എൻ്റെ മാടം മലയുടെ കുന്നിൻ്റെ ചെരുവിൽ ആറ്റിന് തീരത്ത് പുല്ലിൽ തീർത്തതാണ് എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എൻ്റെ മാടം ഇന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് മേഞ്ഞതാണ് എന്ന് പറയാറുണ്ട്. ആ മാടം എന്ന് പറയുന്ന ആ വാക്ക് ലോപിച്ചുകൊണ്ട് എസ്ഡായ്ക്ക് പകരം പൂജ്യണ്ടായാണ് നമ്മൾ എഴുതുന്നെങ്കിൽ മഠമാകും. മഠത്തിൽ താമസിക്കുന്ന ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾ കടന്നു വരുന്ന നിങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ സാമൂഹ്യമായ ഏത് വിഭാഗത്തിൽ നിന്നാണ് കടന്നു വരുന്നത് എന്ന് അറിയാൻ പാകത്തിന് രീതിയിൽ നമ്മുടെ ജാതി നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എൻ്റെ മഠമാകുമ്പോൾ തറവാടുണ്ടാകും, നാലുകെട്ടുണ്ടാകും. മാടമാകുമ്പോൾ അവിടെ വരുന്നത് ഒന്നുകിൽ പ്ലാസ്റ്റിക്കോ അല്ലോ പില്ലോ അതല്ലെങ്കിൽ കട്ട കെട്ടിയതുമായിട്ടുള്ള വീടുകളായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യമായി നമ്മുടെ ജാതി തിരിച്ചറിയുന്ന രീതിയിൽ നമ്മുടെ ജാതി നമ്മുടെ നിത്യജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കാം. ഇവിടെ വരുന്നത് മാടൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം, മാടം എന്ന് പറയുന്നത് തമിഴിൽ കൊട്ടാരമെന്നാണ്. യഥാർത്ഥത്തിൽ മാടൻ കൊട്ടാരത്തിൻ്റെ അധിപൻ, രാജാവ് എന്ന് തന്നെയാണ് ആ വാക്കിനർത്ഥം. മാടൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം രാജാവ് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഊരാളി. ഊര് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തമിഴിൽ ഉപയോഗിക്കുമ്പോൾ നാട് എന്നാണ്. ആളുന്നവൻ, ഭരിക്കുന്നവൻ. ഊരാളി എന്ന് പറയുന്നതും രാജാവ് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ വാക്കുകൾക്കെല്ലാം എന്തുകൊണ്ടാണ് മോശം അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മലയാളത്തിൽ? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു സംസ്കാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഭാഷ നശിപ്പിച്ചാൽ മതി എന്നുള്ളതിൻ്റെ വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഉദാഹരണത്തിന് തായി എന്ന് പറഞ്ഞാൽ അമ്മയാണ്, ഒളി എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. ഈ രണ്ട് വാക്കും കൂടെ, അമ്മയുടെ വെളിച്ചം എന്ന് പറയുന്നത് മകനോ അല്ലെങ്കിൽ മകളോ ആണ്. ആ വളരെ സുന്ദരമായ വാക്കിനെ ഇന്ന് നമ്മൾ ചേർത്ത് പറയുമ്പോൾ വളരെ മോശം അർത്ഥമാവുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള എല്ലാ മോശപ്പെട്ട വാക്കുകളും ഉപയോഗിക്കുന്നത് ഈ പറയുന്ന മാടൻ്റെയും വേടൻ്റെയും കാടൻ്റെയും ഊരാളിയുടെയും രാക്ഷസൻ്റെയും ഒക്കെ വാക്കുകളുടെയും സംസ്കാരത്തിൻ്റെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നത് നാം തിരിച്ചറിയുന്നിടത്താണ് പുതിയ കാലഘട്ടത്തിലെ ആളുകൾ വേടനെ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ വേടൻ്റെ വാക്കുകൾക്ക് മൂർച്ച കയറുന്നത്. അതുകൊണ്ട് വേടൻ ഇനി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കൂടുതൽ മൂർച്ചയുണ്ടാകണം, കൂടുതൽ വാക്കുകൾക്ക് പ്രകടശേഷി ഉണ്ടാകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയാം, ഊരാളി ടാക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും യൂട്യൂബ് ചാനൽ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആ വരികളിൽ പറയുന്നത് പോലെ ആയുധം കയ്യിലുണ്ട്, ആ ആയുധം വാക്കുകളാണ്. അതിന് മൂർച്ചയേറി വരുന്നു, ആ മൂർച്ചയേറി തന്നെ വരണം. കൂട്ടരും കൂടെയുണ്ട്, നമ്മളെല്ലാവരും കൂടെയുണ്ട് എന്നതാണ്. നിങ്ങളെല്ലാവരും ഊരാളി ടാക്സിനോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.